ഹലോ നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സന്തോഷ വർത്തമാനമായിട്ട് ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ ഓഗസ്റ്റ് 5 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പലതരം പ്രൊമോകളുമായിട്ടാണ് ബിഗ് ബോസ് ടീം വന്നിരിക്കുന്നത്. ആളുകളിലേക്ക് ബിഗ് ബോസ് അഗ്നിപരീക്ഷ കാണാനായിട്ടുള്ള ആഗ്രഹം കൂടുതലാക്കുന്ന രീതിയിലുള്ള പ്രൊമോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ അതിൽ അഗ്നിപരീക്ഷ കൺട്രോൾ ചെയ്യുന്ന ജഡ്ജസിൻ്റെ ചില തീരുമാനങ്ങൾ, ഇവിടെ ജഡ്ജസ് ആയിരിക്കും കളിക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരായിരിക്കും അത് ജഡ്ജസ് ആയിരിക്കും കളിക്കാൻ പോകുന്നത്. ജഡ്ജസിൻ്റെ കൺട്രോളിലാണോ ഇനി പ്രേക്ഷകരല്ല, ജഡ്ജസിൻ്റെ കൺട്രോളിലാണോ ഈ അഗ്നിപരീക്ഷയിലുള്ള മത്സരാർത്ഥികൾ കളിക്കാൻ പോകുന്നത്? അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓഗസ്റ്റ് 15 അറിയാൻ പറ്റുള്ളൂ. എന്തായാലും മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത് അഗ്നിപരീക്ഷ. അപ്പോൾ അതിൻ്റേതായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എന്തായാലും ഉണ്ടാവും. ഇനി മറ്റ് ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ എന്തെങ്കിലും പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ പ്രേക്ഷകർക്ക് ഒരു ഒരു ദൃശ്യവിരുന്ന് ഒരുക്കാനും റേറ്റിംഗ്, ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് കൂട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഡിസിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നല്ല ഓഗസ്റ്റ് 15 നമുക്കറിയാൻ കഴിയും. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ സാധാരണക്കാരുടെ ഒരു മത്സരമാണ് അഗ്നിപരീക്ഷ. അപ്പോൾ പല ആളുകളെയും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 1-2 പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിൽ ഹൗസ് വൈഫ് ഉണ്ട്, മോഡലുണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ സാധാരണ മരപ്പണി ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എല്ലാവർക്കും ഈ ഷോയിൽ വന്ന് അവരുടെ ഫെയിമും മറ്റ് കാര്യങ്ങളെല്ലാം ഉയർത്തി സക്സസ് ആവണമെന്നുള്ള ഒരേ ലക്ഷ്യത്തിൽ ആണ് ഇവിടെ വരുന്നത്. പക്ഷേ ഈ ഒരു ഷോ മാത്രം, അഗ്നിപരീക്ഷ മാത്രം കളിച്ചതുകൊണ്ട് എന്തായാലും ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത കുറവാണ്. വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്നിപരീക്ഷയിൽ വരുന്നതോടുകൂടി അത്യാവശ്യം അവർക്ക് ചെറിയ ഫെയിമും ആളുകളുടെ ഇടയിലൊരു ആളുകൾ തിരിച്ചറിയുന്ന ഒരു രീതിയിലേക്കും എത്താൻ പറ്റും. പക്ഷേ അൾട്ടിമേറ്റ് വിന്നർ അല്ലെങ്കിൽ വിന്നേഴ്സ് ആയിരിക്കും മെയിൻ ബിഗ് ബോസ് മലയാളം സീസൺ 8. അത് ചെന്നൈയിലാണ് നടക്കാൻ പോകുന്നത്, അവിടേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഓരോ ആളുകളെ ബിഗ് ബോസ് മുഖം കാണിക്കാതെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ സംസാരത്തിൽ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ജഡ്ജസും ആകാംക്ഷ ഉണർത്തുന്നതാണ്. ഈ 3 പേരും എങ്ങനെയാണ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത്? അവരുടെ ഇടയിൽ വല്ല ക്ലാഷസ് ഉണ്ടാകുമോ? അല്ലെങ്കിൽ അവർ ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ അവർക്കും ഉണ്ടാകുമോ, ജഡ്ജസിനുണ്ടാകുമോ? അങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊരു വൻ കാഴ്ച തന്നെയായിരിക്കും വരാനിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓഗസ്റ്റ് 15 ബിഗ് ബോസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അഗ്നിപരീക്ഷയിലൂടെ. കൂടുതൽ അപ്ഡേറ്റുകൾക്കും കൂടുതൽ ഡിസ്കഷൻസിനും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.